ഒരു ചെറിയ കാര്യം പങ്കുവെച്ചുകൊള്ളട്ടെ. ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സ്വപ്നങ്ങൾ, വിദ്യാഭ്യാസമൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടല്ലേ. ഒരു വലിയ ത്യാഗം തന്നെയാണ്. കൂടുതലും സ്ത്രീകളാണ് അങ്ങനെ ചെയ്യാറുള്ളത്. ശരിയല്ലേ? ഈ അടുത്ത സമയത്ത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ചിന്തിച്ചിട്ടുമുണ്ട്. പല സ്ത്രീകളും അവരുടെ കരിയർ തന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അവരുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലേ. മറ്റുള്ളവരെ സഹായിക്കാതിരിക്കരുത്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ അത് നമ്മുടെ കടമയാണ്. പക്ഷേങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ചിലപ്പോൾ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതിനെന്താ, ഞങ്ങൾക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ നല്ല പോസിറ്റീവായിട്ട് ചിലർ പറയും. എനിക്ക് തോന്നുന്നു ഒരു 100-ൽ 80% കുടുംബത്തിലെങ്കിലും ഇത് നടക്കാതെ ഇരുന്നിട്ടില്ല. ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമ്പോൾ കഴിവതും ഇങ്ങനെ ആയിരിക്കും റിയാക്ഷൻ ഉണ്ടാകുന്നത്. കൂടുതൽ ശതമാനവും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളെ നോക്കാനോ ഞങ്ങൾക്ക് വെച്ച് വിളമ്പാനോ ഒക്കെ. ഇത് കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ചില സ്ത്രീകൾ അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അവർ വീണ്ടും അവരുടെ കരിയർ, അവരുടെ സ്വപ്നങ്ങൾ അത് നേടാനായിട്ട് അവർ ശ്രമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ശാന്തമായിട്ട് ഒന്ന് റിലാക്സായിട്ടൊക്കെ ഒന്ന് ചുമ്മാ ജസ്റ്റ് ചോദിക്കുക. അപ്പോൾ അറിയാം കുടുംബത്തിലുള്ളവർ എത്രമാത്രം നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ടെന്ന് അല്ലേ. ചില കുടുംബങ്ങളിൽ ഹസ്ബൻഡ് മക്കളൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്, അമ്മയ്ക്കും ഭാര്യയ്ക്കും ഒക്കെ സപ്പോർട്ടാണ്. അതിനൊക്കെ വേണേൽ കണ്ടിന്യൂ ചെയ്യാം, തുടർന്ന് പഠിക്കാം, ജോലി ചെയ്യാം, ഒരു തടസ്സവുമില്ലല്ലോ. അങ്ങനെ നല്ലൊരു ആരോഗ്യകരമായ ഒരു മറുപടി ആയിരിക്കും തരുന്നത്. ചിലയിടത്തൊക്കെ പൊട്ടിത്തെറിച്ച് ആകപ്പാടെ മക്കളായാലും ഭർത്താവായാലും കുടുംബത്തിലുള്ളവരൊക്കെ പ്രതികരിക്കും. ചിലപ്പോൾ ഒരു തമാശയ്ക്കായിരിക്കും പറയുന്നത്. പക്ഷേ ഇത്ര തമാശയാണോ നമ്മുടെ ലൈഫിനെ ഇത്രമാത്രം തമാശയ്ക്കാണോ അവർ കാണുന്നത് അല്ലേ. പല ഭവനങ്ങളിലും ഇപ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യണമെന്നറിയാതെ വേദനപ്പെട്ടിരിക്കുന്നുണ്ട്. മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്ത് ചെയ്യണം, അവരുടെ കരിയർ എല്ലാം കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നൊരു കാര്യം, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, ഇനിയും നിങ്ങൾക്ക് ഒന്നും വൈകിട്ടില്ല. അങ്ങനെ വേദനപ്പെട്ട് ഭവനത്തിലായിരിക്കാതെ നിങ്ങൾ നിങ്ങളുടെ കരിയറിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, കുടുംബത്തെ നോക്കുക, സ്നേഹിക്കുക. അവരൊക്കെ ഒരിക്കൽ നമ്മളോട് ചോദിക്കാനുള്ള ഒരിട നമുക്ക് കൊടുക്കാതിരിക്കാം അല്ലേ. അങ്ങനൊരു വിഷമം കേൾക്കുന്നതിനേക്കാളും നല്ലത് ഇതൊക്കെ സമയം കഴിഞ്ഞു പോകും അല്ലേ. അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ഹൗസ് വൈഫ് ആണെങ്കിൽ തുടർന്ന് പഠിക്കാം. അതിന് ഏജ് അങ്ങനെ ഒരു ലിമിറ്റൊന്നുമില്ല. സൈക്കോളജി പ്രകാരം നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ബ്രെയിനിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. അത് ഏത് ഏജ് വരെയും നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ കഴിവുകളും നമ്മുടെ തലച്ചോറിനുണ്ട്. അങ്ങനെ ഏജ് ലിമിറ്റൊന്നൊന്നുമില്ല. എന്ത് വേണേലും പുതിയത് പഠിച്ച് പോകാനുള്ള എല്ലാ കപ്പാസിറ്റിയും നമുക്ക് നമ്മുടെ ബ്രെയിനിൽ ഉണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ആക്ടിവിറ്റീസ് ആരും മറക്കല്ല, ഒന്ന് ചോദിച്ച് നോക്കൂ, അപ്പോൾ അറിയാം അല്ലേ. ഓക്കെ, ബൈ.